തിരുവനന്തപുരത്ത് യുവാക്കൾ തമ്മിലുള്ള സംഘർഷത്തിനിടെ ഗ്ലാസ് ചില്ല് തുളച്ചുകയറി 18-കാരൻ മരിച്ച സംഭവത്തിൽ മുഴുവൻ പ്രതികളും പിടിയിൽ. നരുവാമൂട് സ്വദേശി പ്രിയദർശനാണ് ഇന്നലെ രാത്രി പോലീസിന്റെ പിടിയിലായത്. ഇതോടെ കേസിലെ മുഴുവൻ പ്രതികളുടെയും അറസ്റ്റ് രേഖപ്പെടുത്തി. അതേസമയം തന്റെ മകനെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി കൊണ്ടുപോയി കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് മരിച്ച ശിവസൂര്യയുടെ പിതാവ് ആരോപിച്ചു. ശനിയാഴ്ച രാത്രി തിരുവനന്തപുരം പുന്നമൂട് സഹകരണ ബാങ്കിന് സമീപമാണ് 18-കാരനായ ശിവസൂര്യയുടെ മരണം സംഭവിക്കുന്നത്. ഒരു വർഷം മുൻപ് ഫുട്ബോൾ കളിക്കിടെ ഉണ്ടായ തർക്കമാണ് യുവാവിന്റെ കൊലപാതകത്തിൽ കലാശിച്ചത്. സംഭവത്തിന് പിന്നാലെ അജിത്, ആരോമൽ, കാർത്തിക് എന്നിവരെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് രേഖപ്പെടുത്തി റിമാൻഡ് ചെയ്തിരുന്നു. ഇന്നലെ രാത്രിയോടെ കേസിലെ അവസാന പ്രതിയെയും പിടികൂടാൻ നരുവാമൂട് പോലീസിനായി. അതേസമയം മകനെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കിക്കൊണ്ടുപോയി മനഃപൂർവ്വം കരുതിക്കൂട്ടി കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് മരിച്ച ശിവസൂര്യയുടെ പിതാവ് ആരോപണമുന്നയിച്ചു. ഇടിച്ചു, അടിച്ചു, എന്നിട്ട് അവനെ പിടിച്ച് തള്ളി അവൻ ഇരിക്കുന്നതിനിടയിലാണ് ഈ സംഭവം വീണ്ടും അവൻ്റെ ദേഹത്തിട്ട് ഇരിക്കുന്നത്. എന്നിട്ട് ഈ സംഭവം ഇതിനിടയിൽ കൂടെ അവരെന്തോ വെച്ച് കുത്തി കയറ്റിയത് ആണെന്നാണ് എൻ്റെ ബലമായ സംശയം. ഇവൻ്റെ ഈ പിരിവെപ്രാളത്തിൽ എന്തോ എടുത്ത് കുത്തി കയറ്റിയതെന്നാണ് എൻ്റെ സംശയം. അല്ല, ഗ്ലാസിൻ്റെ പുറത്തൂടെ വീഴുന്നതും കൊണ്ട് ഇങ്ങനെ അങ്ങ് സംഭവിക്കുമെന്ന് പെട്ടെന്ന് അങ്ങനെ വന്നപ്പോഴൊന്നും പറയാം. ഇവരെന്തോ വൈരാഗ്യം വെച്ച് ഇവനെ കൊല്ലണം എന്നുള്ള രീതിയിലാണ് അവർ വിളിച്ചു വരുത്തി വെച്ചത്. യുവാക്കൾ തമ്മിലുള്ള സംഘർഷത്തിനിടെ ശിവസൂര്യ സമീപത്തെ തുണിക്കടയുടെ അടച്ചിട്ട ചില്ലുഗ്ലാസിലേക്ക് വീഴുകയും തുടർന്ന് രക്തം വാർന്ന് മരണം സംഭവിക്കുകയുമായിരുന്നു. പ്രതികൾ സഞ്ചരിച്ച അതേ ഇരുചക്രവാഹനത്തിൽ തന്നെയാണ് ശിവസൂര്യയെ ആശുപത്രിയിൽ എത്തിക്കുന്നതും. പ്രതികൾ യുവാവിനെ ഇരുചക്രവാഹനത്തിൽ ആശുപത്രിയിൽ എത്തിച്ചതും പരിക്ക് ഗുരുതരമാകാൻ കാരണമായതായി ഡോക്ടർമാർ പറഞ്ഞിരുന്നു. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.